ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2026 രണ്ടാമത്തെ EV ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. റിവർ മൊബിലിറ്റി എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. നമ്മളിത് പ്രേമലു സിനിമയിൽ നമ്മൾ ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീംകേച്ചർ ഡിസിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ബ്രാൻഡ് പറയുകയാണെങ്കിൽ റിവർ മൊബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. 2021 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. ഈ ഒരു മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ റിവർ ഇന്ത്യ എന്നാണ് ഇതിന്റെ ഒരു നെയിം വരുന്നത്. നമ്മളിത് പ്രാമലൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ റോഡിൽ പിന്നെ അതിനുശേഷം എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഇവിടെ വയനാട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഫസ്റ്റ് വണ്ടിയാന്ന് തോന്നുന്നുണ്ട് വയനാട്ടിലേക്കുള്ള. അപ്പോൾ പിന്നെ കൂടാതെ ഇതിന് വേറൊരു ഇതും കൂടിയുണ്ട്. ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ SUVs ഓഫ് സ്കൂട്ടേഴ്സ് കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ മെയിൻ കാരണം വെച്ചാൽ ഈ ഒരു റഗഡ് ഡിസൈനിങ്. ഇതിന്റെ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ ഒരു റഫ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ 43 ലിറ്റർ സ്റ്റോറേജും സീറ്റിന്റെ അടിയിലും മുന്നിലെ ഗ്ലൗ ബോക്സിലേക്ക് നോക്കുവാണെങ്കിൽ 12 ലിറ്റർ സ്റ്റോറേജ് ഗ്ലൗ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ ഇതിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോന്ന് ക്ലോസ് ആയിട്ട് കാണാം. ക്ലോസ് ആയിട്ട് പോവുകയാണെങ്കിൽ മുമ്പിലത്തെ ഡിസൈനിങ് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു റഗഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. അതിൽ ഡുവൽ ആയിട്ടുള്ള LED ഹെഡ് ലാംപ്സ് കാണാൻ പറ്റും. അതിൽ DRലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിവറിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഒരു വിൻഷീൽഡ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു സ്കൂട്ടറുള്ള ഒരു വേറൊരു ഫീൽ ആണ് കിട്ടുന്നത്. ഒരു ജീപ്പൊക്കെ കാണുന്ന നമ്മൾ ഈ SUVന്റെ കൂടുതൽ ജീപ്പ് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ വേറൊരു കാര്യം വെച്ചാൽ ഇതിന്റെ റഗഡ് ഡിസൈനിങ്ങിന് കൂടാതെ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സീറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്നത് 43 ലിറ്റർ സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൗ ബോക്സിലേക്ക് വരുമ്പോൾ 12 ലിറ്റർ ഗ്ലൗ ബോക്സും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നിൽ നോക്കുമ്പോൾ നമുക്കൊരു ജീപ്പ് നോക്കുന്ന ഒരു ഫീലാണ്. സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടാവും, പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ക്യൂട്ട്നെസ് അല്ല, റഫ് ഫീലാണ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെയൊക്കെ ഒരു ബ്ലാക്കിന് ഫിനിഷിങ്ങും ഈ ഡിസൈനിങ് ഒക്കെ ഒരു റഫ് ആയിട്ടുള്ള ഡിസൈനിങ്ങിന് വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ നമ്പർ പ്ലേറ്റിന്റെ പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ വിത്ത് സൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഹൈഡ്രോളിക് ഡാമ്പിങ്ങോട് കൂടിയ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത്. താഴേക്ക് നോക്കുവാണെങ്കിൽ വലിയ ടയർ വന്നിട്ടുണ്ട്. 110, 80, 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. അതുപോലെ തന്നെ അലോയ് വീൽ, അടിപൊളിയായിട്ടുള്ള ഒരു അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിട്ടുള്ളത്. മുൻഭാഗത്തും പിൻഭാഗത്തും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ 220 mm വലിയ ഒരു ഡയമീറ്ററുള്ള ഡിസ്ക് ബ്രേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ മുൻഭാഗത്ത് ഓവറോൾ ഡിസൈനിങ് ഉള്ളത്. ഇവിടെയൊക്കെ ഒരു ഇതൊക്കെ പ്രൊട്ടക്ഷന്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു റഗഡ് ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഓവറോൾ മുൻഭാഗത്തെ കാര്യങ്ങൾ. അപ്പോൾ മുൻഭാഗത്ത് നിന്ന് പിന്നിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു കളർ ചേഞ്ച് ആവുന്നുണ്ട്. ബ്ലാക്കിൽ നിന്ന് ഈ ഒരു ഗ്രേയിലേക്ക് സ്ലേറ്റ് കളർ എന്ന് പറഞ്ഞേക്കുന്നുള്ള സ്ലേറ്റ് കളറിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെയും ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ഇതിന്റെ ഒരു പ്രൊട്ടക്ഷന്റെ കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇത് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫുഡ് പെഡല്, പിൻഭാഗത്തെ ഫുഡ് പെഡലൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ ഈ ഒരു സ്പേസ് നല്ല ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ലോസ് ആയി കാണിക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങൾ പറയാം. പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഇവിടെയും ഒരു അടിപൊളിയായിട്ടൊരു എലമെന്റ് കൊടുത്ത് ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ വശങ്ങളിലെ കാര്യങ്ങൾ. വശങ്ങൾ കാണുമ്പോഴും ബൾക്കി ആയിട്ടുള്ളൊരു വണ്ടിയാണ്, നല്ല സൈസുള്ള ഒരു വണ്ടിയാണ്. ഇനി പിന്നിലെ വീല് നോക്കുവാണെങ്കിൽ ഇതിന്റെ സൈസ് വരുന്നത് 120, 70, 14 ഇഞ്ചിന്റെ അലോയ് വീലാണ്. ചെയിൻ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. പിന്നിലും ഡിസ്ക് ബ്രേക്ക് 200 mm ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്ക് നോക്കുവാണെങ്കിൽ കോയിൽ സ്പ്രിംഗ് ആണ് കൊടുത്തത്. അതും ഹൈഡ്രോളിക് ഡാമ്പിംഗ് ഉള്ള കോയിൽ സ്പ്രിംഗ് ആണ് പിൻഭാഗത്തേക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിന്റെ വശങ്ങളിലുള്ള കാര്യങ്ങൾ. ഇനി നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ടെയിൽ ലാമ്പും ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരു ടെയിൽ ലാമ്പ്, വലിയൊരു ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയൊരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവറിന്റെ ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ പിന്നിലിരിക്കുന്നവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ചാരിയിരിക്കാൻ പാകത്തിനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയും കാണാൻ പറ്റും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴും ഈ ഒരു പോർഷൻ ബ്ലാക്കിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡും ഇതിന്റെ ഡിസൈനിങ്ങും ഒക്കെ റഫ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് നോക്കുവാണെങ്കിൽ സാരി ഗാർഡും കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ സ്റ്റാൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ ഡിസൈനിങ് ഉള്ളത്. ഇനി നമുക്ക് ഹാൻഡിൽ ബാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആയി കാണാം. അപ്പോൾ നമ്മൾ അടുത്തത് ഹാൻഡിലിന്റെ കാര്യം പറയാമെന്നാണ് പറഞ്ഞത്. അതിന് മുന്നേ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടറിന്റെ കാര്യങ്ങൾ പറയാം. മോട്ടർ പറയുകയാണെങ്കിൽ 6.7 കിലോവാട്ടിന്റെ മോട്ടർ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ടോർക്ക് വരുന്നത് 26 Nm ടോർക്കാണ് വരുന്നത്. പിന്നെ ബാറ്ററി പാക്ക് നോക്കുവാണെങ്കിൽ 4 കിലോവാട്ട് അവറിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ലിഥിയം അയൺ ബാറ്ററി ആണ് വരുന്നത്. അതിൽ തന്നെ IP65 റേറ്റിംഗ് ഒക്കെ വരുന്ന ബാറ്ററിയാണ്. പിന്നെ റേഞ്ച് നോക്കുവാണെങ്കിൽ 161 km ആണ് ഐഡിയൽ കണ്ടീഷനിൽ ഈ ഒരു കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച്. പക്ഷേ പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ 140 വരെ
ഈ ഒരു റേഞ്ച് നമുക്ക് കിട്ടും. പിന്നെ ചാർജിങ്ങിന്റെ ടൈം നോക്കുകയാണെങ്കിൽ 0 to 80% എത്താൻ 5 മണിക്കൂറാണ് ആ ഒരു ബാറ്ററിക്ക് 0 to 80% എത്താൻ എടുക്കുന്ന ടൈം 5 മണിക്കൂറാണ്. അപ്പോൾ അത്രയാണ് ഇതിന്റെ ബാറ്ററിയുടെയും പവറിന്റെയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡിലേക്ക് പോകാം. അപ്പോൾ ഹാൻഡിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഇത് എവിടേക്കുള്ള ഡിസൈനിങ് ഒക്കെ ഡിഫറന്റ് ആണ്. ഇനി നമുക്ക് ക്ലോസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രിപ്പൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് റിവറിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ്, ലുക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഹാൻഡിൽ അതായത് ലിവറൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലിവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട്, മോട്ടോർ ഓൺ, അത് ആ 3 സ്വിച്ചുകളും ഒന്നിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മോഡ് ചേഞ്ച് ചെയ്യേണ്ട 3 റൈഡിങ് മോഡ് ഉണ്ട്, റൈഡ്, എക്കോ, അതുപോലെ തന്നെ റഷിൽ ടോപ്പ് സ്പീഡ് 90 km/h ഈ ഒരു വണ്ടി ക്യാച്ച് ചെയ്യും. ഇനി ഇവിടെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ USB ചാർജിങ്ങിന്റെ ഓപ്ഷൻ കൊടുത്തത് കാണാൻ പറ്റും. ഇനി നേരെ സെന്ററിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഇവിടുത്തെ ഡിസൈനിങ് ഒക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 6ന്റെ റിവറിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ട്. മീറ്റർ ഈ ഒരു 6 ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. അതിന് മുന്നേ ഈ ഒരു വശത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഹെഡ്ലൈറ്റ്, ഡിം, ബ്രൈറ്റ്, അതുപോലെ തന്നെ പാസ് സ്വിച്ച് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ബട്ടൺ വിത്ത് സൗണ്ടാണ് വരുന്നത്. ഹോൺ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സൗണ്ടുള്ള ഹോണും കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ ഇത് നോക്കുവാണെങ്കിൽ ഡിസ്ക് ബ്രേക്കിന്റെ ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതവിടെ ഫ്ലൂയിഡ് 2 സൈഡിലും ഡിസ്ക് ആയതിന് 2ന്റെ ഫ്ലൂയിഡ് കാണാൻ പറ്റും. പിന്നെ മിററിന്റെ ഇത് നോക്കുവാണെങ്കിൽ ഒരു റഫ് ഫീൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിങ് മിററിലും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഈ രീതിയിൽ 6 ഇഞ്ചിന്റെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ റേഞ്ച് കാണിക്കുന്നത്. ഇതിന്റെ മോഡ് മാറുന്നതിനനുസരിച്ച് റേഞ്ച് കൂടുകയും കുറയുകയും ചെയ്യും. ഇതിപ്പോൾ റൈഡിൽ 69, എക്കോയിൽ 81 km ഓടാൻ ചാർജിന്റെ 74% ചാർജ് ഉള്ളത്. ഏറ്റവും പവർഫുൾ മോഡ് റഷ് ആണ്. അതിലാണ് ഏകദേശം 90 km നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. ഓഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് 303 km ആണ് ഈ ഒരു വണ്ടി ആകെ ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നമ്മളെ സ്പീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബാറ്ററി പെർസെൻറ്റേജും കിലോമീറ്ററും ടൈമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓണാക്കി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. ഹിന്ദി ബിൽറ്റ് ടു സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. ബിൽറ്റ് ടു ഹോസ്റ്റൽ എന്നുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഓണായി വരുന്നുണ്ട്. ഇത് എവിടെയാണ് ഇതിന്റെ സെറ്റും അതുപോലെ തന്നെ സെലക്ഷൻ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനാണുള്ളത്. അതിന്റെ ഇത് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഹോൾഡ് ചെയ്തിട്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതാൻ പറ്റുക. സൈഡ് സ്റ്റാൻഡ് തട്ടി മോട്ടോർ ഓണായി. ഈ രീതിയിലാണ് ഇതിന്റെ ഓണായി വരുമ്പോൾ ഡിസ്പ്ലേ ഉള്ളത്. പിന്നെ ഇതിൽ ഹോൾഡ് സെറ്റ് കുറേ കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഇനി നേരത്തെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, അതായത് സ്റ്റോറേജിന്റെ കാര്യം. ഈ ഒരു ഗ്ലൗ ബോക്സ് 12 ലിറ്റർ സ്റ്റോറേജ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്രയും സ്പേസ് ഈ ഗ്ലൗ ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ നല്ല സെറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റിന്റെ അടിയിലുള്ള സ്പേസും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഇനി സീറ്റിന്റെ അടിയിലെ സ്പേസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ വലിയ സ്പേസ്, ഇത്രയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വിത്ത് ലൈറ്റ് ആണ് വരുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 2 ഹെൽമെറ്റൊക്കെ ലാവിഷായിട്ട് വെക്കാന്ന് വേണം പറയാൻ. ഇത്രയും രീതിയിലാണ് ഇതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി ഒക്കെ നല്ല ഇതായിട്ട് സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് അത്രയും ലാവിഷായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഓവറോൾ കാര്യങ്ങൾ. സീറ്റ് നോക്കുവാണെങ്കിൽ വലിയ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പറഞ്ഞുകൊണ്ട് വൈഡായിട്ട് നല്ല വൈഡായിട്ട് സീറ്റ് നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇവിടെ ഒരു റെസ്റ്റ് എന്ന് പറയാം, ചെറിയൊരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലിന്റെ മേലെ കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് 3 കിലോ വരെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ സീറ്റിന്റെ കാര്യമുള്ളത്. പിന്നെ ഗ്രാബ് റെയിലിന്റെ ഡിസൈനിങ് എവിടെയൊക്കെ ബ്ലാക്ക് വരുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഒരു ബോൾഡ് ആയിട്ടുള്ള ഡിസൈനിങ് ഗ്രാബ് റെയിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതിന്റെ ഹൈറ്റ് കാണുമ്പോൾ നല്ല ഹെവി ഹൈറ്റ് ഒക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഞാൻ 172 സെന്റിമീറ്റർ ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ 165 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇരിക്കുമ്പോൾ നല്ലൊരു അടിപൊളി പൊസിഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ നേരത്തെ മീറ്ററിന്റെ കാര്യം പറയുമ്പോൾ വിട്ടുപോയത്, നമ്മൾ ഈ മീറ്റർ ഈ ഹാൻഡിലിന്റെ മേലെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ തിരിക്കുമ്പോൾ മീറ്ററും അതിന്റെ കൂട്ടത്തിൽ തിരിയുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡായ റിവർ മൊബിലിറ്റിയുടെ ഇന്ത്യയുടെ വിശേഷങ്ങളിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.